ഒന്നും അല്ലാതിരുന്നിടത്ത് നിന്ന് ഇത്രയൊക്കെ എത്തിയത് അഭിരാമിയുടെ ഭർത്താവായതുകൊണ്ടാന്ന് മറക്കണ്ട. അതെനിക്കറിയാം. താൻ കരുതുന്ന പോലെ തന്റെ ഭർത്താവായി കഴിയുമ്പോൾ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ ഓർത്തിട്ടല്ല ഞാൻ ഇവിടെ കഴിയുന്നത്. തന്നോടുള്ള സ്നേഹം കൊണ്ട്. അത് അഭിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. എന്താ വിഘ്നേശ്വരൻ പറഞ്ഞു വരുന്നത്? എനിക്കും ആത്മാഭിമാനമുണ്ട്, അത് ഞാൻ മനസ്സിലാക്കി തരാം. മോളെ, മോളിരിക്കേ. മോളെന്താ ആലോചിക്കുന്നതെന്ന് എനിക്കറിയാം. അച്ഛനൊരു കാര്യം പറഞ്ഞാൽ മോൾ അനുസരിക്കോ? അതെന്താ അച്ഛൻ അങ്ങനെ പറയുന്നേ? അച്ഛൻ പറഞ്ഞ എന്തെങ്കിലും ഞാൻ ഇതുവരെ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം പോലും കളയാൻ മടിയില്ലാത്തവളാ എൻ്റെ മോള്. അതുകൊണ്ടാ ഈ കാര്യം പറയാൻ അച്ഛൻ ഈ മുഖവര. എന്തായാലും അച്ഛൻ പറഞ്ഞു. മോളെ, സൂരജ് എനിക്ക് നിന്നെപ്പോലെ തന്നെയാ. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനു വേണ്ടി മോള് സ്വന്തം ജീവിതം ബലി കൊടുക്കുന്നത് കണ്ടു നിൽക്കാൻ അച്ഛനാവില്ല. അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദർശിന്റെ കാര്യം മോളെ ഞാൻ പറഞ്ഞത്. സാമ്പത്തികമായി നമുക്ക് വന്ന ഗതികേടിനെ ആദർശം മുതലെടുക്കാൻ ശ്രമിക്കുക. അതിന് മോള് നിന്നു കൊടുക്കേണ്ട കാര്യമില്ല. സൂരജിനെ രക്ഷിക്കാനുള്ള പണം ഞാൻ എങ്ങനെയെങ്കിലും കണ്ടെത്തിക്കോളാം. അങ്ങനെയല്ല അച്ഛാ. സൂരജിനെ രക്ഷിക്കാനുള്ള പണത്തിന് വേണ്ടി മാത്രമല്ല ഞാൻ ആദർശേട്ടൻ പറഞ്ഞതിനൊക്കെ സമ്മതം പറഞ്ഞത്. പിന്നെ എന്തിനു വേണ്ടിയാ? ആദർശിന്റെ വാശിക്ക് വേണ്ടി മോള് നിന്നു കൊടുക്കുന്ന എന്തിനാ? നമ്മുടേതായി ഞാൻ ആ വീട്ടിലേക്ക് കൊണ്ടുചെന്ന ഒരു കാര്യമല്ലല്ലോ ആദർശേട്ടൻ എന്നോട് തിരിച്ചു ചോദിക്കുന്നേ. കമ്പനിയും അതിന്റെ പേരിലുണ്ടായ എല്ലാ സൗഭാഗ്യങ്ങൾക്കും അവകാശി ആദർശേട്ടൻ മാത്രം. പുതിയ കമ്പനി തുടങ്ങിയതും അതിന് എന്റെ പേര് കൊടുത്തതും ആദർശേട്ടനാ. അന്നും ഇന്നും ഞാൻ അതൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊന്നും വിട്ടുകൊടുക്കാനും എനിക്ക് മടിയുമില്ല. പിന്നെ ഇപ്പൊ അതിന്റെ പേരിൽ സൂരജിനെ രക്ഷിക്കാനുള്ള പണം കിട്ടുകയാണെങ്കിൽ ഒരു ഭാഗ്യമായിട്ടാണ് ഞാനതിനെ കാണുന്നതും. അങ്ങനെയല്ല മോളെ. ആ സ്ഥാപനത്തിൽ ആദർശിനെ പോലെ അല്ലെങ്കിൽ ആദർശിനേക്കാൾ അവകാശം മോക്ക് തന്നെയാ. തകർച്ചയിൽ നിന്ന് ആ സ്ഥാപനം ഉയർത്തിക്കൊണ്ട് വന്നതും ഇന്നത്തെ ഈ നിലയിൽ എത്തിച്ചതും മോളുകൂടിയല്ലേ? ഞാൻ ആ സ്ഥാപനത്തിലെ വെറും ഒരു ജോലിക്കാരി മാത്രമായിരുന്നു. അല്ലാതെ മറ്റൊരു അവകാശം എനിക്ക് വേണ്ട. അച്ഛനറിയാലോ, അന്നും ഇന്നും ഞാൻ പണമോ സ്ഥാനമാനങ്ങളോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. സൂരജ് ഇങ്ങനെ ഒരു അപകടത്തിലായിരുന്നില്ല എങ്കിൽ ഞാൻ ആദർശേട്ടനോട് ഒരു രൂപ പോലും വാങ്ങാതെ എല്ലാ അവകാശങ്ങളും സന്തോഷത്തോടെ എഴുതി കൊടുത്തേനെ. നിന്റെ മനസ്സച്ഛന് മനസ്സിലാവും. എന്റെ സങ്കടം കമ്പനിയിൽ നിന്റെ അവകാശം നഷ്ടപ്പെടുന്നതിലല്ല. മോളെല്ലാം വിട്ടു നൽകുന്നതോടെ മോളും ആദർശം എന്നേക്കുമായിട്ട് അകന്നു പോകില്ല മോളെ. ആദർശിന്റെ ഇപ്പോഴത്തെ ചിന്താഗതിയെല്ലാം കുറച്ചുനാൾ കഴിയുമ്പോൾ മാറും. അതുകൊണ്ട് ബന്ധം പിരിയാൻ സമ്മതിക്കാത്തതാ മോളെ നല്ലത്. ഒരിക്കൽ പിരിഞ്ഞാൽ പിന്നെ അത് വിളക്കി ചേർക്കാൻ ബുദ്ധിമുട്ടാ മോളെ. അഥവാ വിളക്കി ചേർത്താൽ തന്നെ പഴയ ഭംഗി ആ ബന്ധത്തിനുണ്ടാവില്ല. അതൊക്കെ നമ്മളെപ്പോലെ തന്നെ ആദർശേട്ടനും അറിയാവുന്ന കാര്യങ്ങളല്ലേ അച്ഛാ? എന്റെ ജീവിതത്തിൽ നിന്നും ആദർശേട്ടനെ കളയുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വേദന തന്നെയാ. പക്ഷേ എന്റെ സമാധാനത്തിന് വേണ്ടി ആദർശേട്ടനെ സങ്കടപ്പെടുത്താനോ എന്നിലേക്ക് നിർബന്ധപൂർവ്വം വലിച്ചടുപ്പിക്കാനോ ഞാൻ തയ്യാറല്ല. നന്നായിട്ട് ആലോചിച്ചിട്ടാണോ മോളി പറയുന്നത്? അതെ അച്ഛാ. ഞാൻ കാരണം ആദർശേട്ടന് ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ആലോചിച്ച് യുക്തമായ തീരുമാനം എടുക്കുന്ന ആൾ ആദർശേട്ടൻ. അങ്ങനെയുള്ളപ്പോ അദ്ദേഹം ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്നെ ഭാര്യയായിട്ട് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാ. എനിക്കൊപ്പം ജീവിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളെ എന്റെ ജീവിതത്തിൽ ബലമായിട്ട് തളച്ചിടേണ്ട ആവശ്യമുണ്ടോ അച്ഛാ?
അങ്ങനെയൊന്നും ആവില്ല മോളെ. ഇതെന്തോ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് പെരുമാറുന്നതാ. സാവകാശം എല്ലാം മാറും. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി അച്ഛനൊന്നും പറയണ്ട. എനിക്ക് വിഷമമില്ലെന്നല്ല, പക്ഷേ ഞാൻ സ്നേഹിക്കുന്നവർക്ക് ഞാൻ കാരണം ഒരു വിഷമം ഉണ്ടാവരുത് എന്ന ആഗ്രഹം എനിക്കുണ്ട്. എന്റെ ലൈഫിൽ ആദർശേട്ടന്റെ സ്ഥാനം ഒരുപാട് വലുതാ. ആ സ്ഥാനത്തിനോ ആദർശേട്ടനോടുള്ള എന്റെ സ്നേഹത്തിനോ പകരം വയ്ക്കാൻ മറ്റൊന്നിനും ആവുകയുമില്ല. അതുകൊണ്ട് തന്നെ ആദർശേട്ടന്റെ സന്തോഷം മാത്രമേ ഞാൻ ആഗ്രഹിക്കൂ. അദ്ദേഹത്തിന്റെ ലൈഫിൽ ഞാൻ ഇല്ലാതാവുന്നതാ ആദർശേട്ടന് സന്തോഷം. ആ സന്തോഷം നടക്കട്ടെ. ഒരിക്കലും എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ ആദർശേട്ടനെ പിടിച്ചു നിർത്താൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ പിടിച്ചു വാങ്ങാൻ കഴിയുന്നല്ലോ സ്നേഹം. അച്ഛൻ വിഷമിക്കണ്ട, എനിക്ക് സങ്കടമൊന്നുമില്ല. ഇനി ഞാനൊന്നും പറയുന്നില്ല. എല്ലാം മോളുടെ ഇഷ്ടം പോലെ ആവട്ടെ. ഗുഡ് നൈറ്റ് മോളെ. സൂരജിനെ രക്ഷിക്കാനുള്ള പണം മുഴുവനും തരാമെന്ന് പറഞ്ഞ ആദർശിന്റെ ആ വലിയ മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മോളെ. പക്ഷെ അതിന് പകരം ആദർശിന് ഈ വീടുമായും മീരയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം. അങ്ങനെ പണം വാങ്ങിയിട്ട് എന്താ കാര്യം? എനിക്കതിന് സമ്മതം മുത്തശ്ശ. ഇനി ആ കാര്യത്തിൽ ഒരു സംസാരം വേണ്ട. ഞാനത് ആദർശേട്ടനോടും അച്ഛനോടും എല്ലാം സമ്മതിച്ച് പറഞ്ഞതാ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അച്ഛാ. എനിക്ക് സൂരജ് മീരയും ഒരുപോലെ തന്നെയാ. പക്ഷേ ആദർശ് പണം തരാൻ വേണ്ടി ഇങ്ങനൊരു ഡിമാൻഡ് പറയുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. ആദർശേട്ടൻ ഇതൊരു അവസരമായിട്ട് കണ്ട് ഇങ്ങനെ സംസാരിച്ചതാണെങ്കിലോ? അല്ല, അങ്ങനെ തന്നെ സംസാരിച്ചതാ. അതിന്റെ മുന്നോടിയായിട്ട് തന്നെയാ എന്നെ ഇവിടെ കൊണ്ടാക്കിയതും. ഇനിയും നമ്മൾ സമ്മതിക്കാതെ വാശി പിടിച്ചിരുന്നിട്ട് എന്ത് പ്രയോജനം ഉണ്ടാകാനാ? സൂരജിനെ രക്ഷിക്കാനുള്ള പണം ഉണ്ടാക്കാൻ നെട്ടോട്ട് ഓടേണ്ടി വരും. അച്ഛൻ അത് കടം വാങ്ങിയോ പണയം വെച്ചോ റെഡിയാക്കും. എന്നാലും അതെല്ലാം വെറുതെ ആവല്ലേ ഉള്ളൂ. എന്റെ ജീവിതം രക്ഷിക്കാനായിട്ട് ഒരു വലിയ കടബാധ്യത ഉണ്ടാക്കി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതൊക്കെ ഞാൻ നോക്കിയില്ലേ മോളെ. വേണ്ട അച്ഛാ, അതെല്ലാം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതല്ലേ. ഈശ്വര, എന്തൊക്കെ പരീക്ഷണങ്ങളാ നീ മുന്നിൽ കൊണ്ടുവന്ന് വരുന്നത്. ഇതെല്ലാം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അതെ, ഇനി ഒട്ടും താമസിപ്പിക്കാതെ ആദർശേട്ടന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി അവർക്ക് കൊടുത്ത് സൂരജിനെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതാ വേണ്ടത്. അതെ അച്ഛാ, എത്രയും പെട്ടെന്ന് പണം നൽകാന്നവരെ അറിയിക്കേ. അവരെ ഒന്നും അറിയിക്കാൻ നമുക്ക് കഴിയില്ല. അവരിങ്ങോട്ട് ബന്ധപ്പെട്ടോളൂ. അപ്പൊ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാ മതി. ഇനി അവരെപ്പോഴാ വിളിക്കാന്നറിയാമോ? ഇല്ല, അവര് മിക്കവാറും എന്നെ വന്ന് കാണുകയാ ചെയ്യുന്നത്. ഓ, എങ്ങനെയാ എന്നെ കണ്ടുപിടിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത്രയൊക്കെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് ചെയ്യാൻ അറിയാമെങ്കിൽ അവരുടെ കയ്യിലിപ്പോ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അധികം താമസിക്കാതെ അവര് മുത്തശ്ശനെ കോണ്ടാക്ട് ചെയ്തോളും. അതെ, എത്രയോ ദിവസങ്ങളായി സൂരജിനെ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നു. എന്നിട്ട് സംഭവിച്ചത് ഇങ്ങനൊരു തട്ടിക്കൊണ്ടുപോകലും ബന്ദിയാക്കലും ഒക്കെ ആയിരുന്നു എന്ന് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. ശേ, എന്നാലും സൂരജിനെ തട്ടിക്കൊണ്ടുപോയൊരു മുത്തച്ഛനെ കോണ്ടാക്ട് ചെയ്യാൻ ഇത്രയും താമസം എന്താ? അതിന്റെ കാരണം അച്ഛൻ ഇപ്പൊ പറഞ്ഞതാ. അവര് നമ്മളെ കോണ്ടാക്ട് ചെയ്യും മുമ്പ് നമ്മളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും മനസ്സിലാക്കാൻ സമയമെടുത്തിട്ടുണ്ടാവും. അതെ, അതിനാണ് സാധ്യത. അവരുടെ സുരക്ഷ അവർക്ക് ഉറപ്പാക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ആയിരിക്കും അച്ഛനെ അവര് കാര്യങ്ങൾ അറിയിച്ചത്. അല്ലെങ്കിൽ ഹരിയേട്ടനെയോ ആദർശനെയോ ആയിരുന്നില്ലേ അവര് കോണ്ടാക്ട് ചെയ്യേണ്ടിയിരുന്നത്? അതെ, അങ്ങനെ ആവാനാ സാധ്യത. പക്ഷേ തെറ്റ് ചെയ്തവര് ഞങ്ങളല്ലേ. അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് ഞങ്ങൾ തന്നെയാ. മീര ഹരിയേട്ടനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് എനിക്കറിയാം. ഞാനത് അച്ഛനോടും പറഞ്ഞിരുന്നു.
അല്ലെങ്കിലും രഹസ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് വലിയ ഭാരം തന്നെയാ. എനിക്കിനി ഇത് വയ്യ. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത ഒരു മനുഷ്യരും ഇല്ല ബീനെ. സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാനും അത് തിരുത്താനും തയ്യാറാവുമ്പോഴാണ് ഒരു മനുഷ്യന്റെ മനസ്സിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാവുന്നതും അവർ ഈശ്വരന് പ്രിയപ്പെട്ടവരാവുന്നതും. മീര പറയും പോലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാവും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യവും നല്ലതാണോ മോശമാണോ എന്ന് പറയാൻ പോലും നമ്മൾ ആരുമല്ല. ഇന്ന് നല്ലതെന്ന് കരുതുന്ന ഒരു കാര്യം കൊണ്ട് നാളെ നഷ്ടങ്ങൾ സംഭവിക്കുകയോ വേദനകൾ ഉണ്ടാവുകയോ ചെയ്താ നമ്മൾ നല്ലതെന്ന് പറഞ്ഞ കാര്യം മോശമായി മാറും. അതുപോലെ തന്നെ തിരിച്ചും സംഭവിക്കാം. ഇന്നത്തെ മോശ സംഭവം നാളത്തെ നല്ലതിനും കാരണമാവാം. നമ്മള് നിസ്സാരരായ മനുഷ്യരല്ലേ. ഈ ലോകം നിയന്ത്രിക്കുന്ന ഈശ്വരൻ നമ്മളിൽ ഏൽപ്പിക്കുന്ന കർമ്മങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ചെയ്തു തീർത്താൽ ബാക്കിയെല്ലാം ഭഗവാൻ തന്നെ നോക്കിക്കോളും. സൂരജിനെ തിരികെ കിട്ടുന്നതോടെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഭഗവാൻ മാറ്റിത്തരും, അതുറപ്പാ. മീരമോളുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ കൂടി മാറണം, എന്നാലേ എനിക്ക് സമാധാനമാകും. എല്ലാം നല്ല രീതിയിൽ തന്നെ വരും. ആദർശന്റെ മനസ്സിനും മാറ്റമുണ്ടാവും. അതിനും ഭഗവാൻ വഴിയൊരുക്കും. നിങ്ങൾ കണ്ടോ? പണത്തിൻ്റെ കാര്യത്തിലെ ടെൻഷൻ മാറിയെങ്കിലും മീരമോളുടെ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട് ഹരി. ആദ്യം സൂരജിന്റെ പ്രശ്നം അവസാനിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മീരയുടെ കാര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം, അല്ലേ? ഭഗവാൻ എന്ത് വിധിയാണ് നമുക്ക് നീക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും അനുഭവിച്ചല്ലേ പറ്റൂ. എല്ലാവർക്കും എന്തോ സമയദോഷം ബാധിച്ചിരിക്കുക. ഇതങ്ങനെ എല്ലാ കാലത്തും ഉണ്ടാവുന്നതൊന്നുമല്ല. അധികം താമസിക്കാതെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ മനസ്സ് തളർന്നു പോകാതെ സൂക്ഷിക്കണം. എത്രയോ വലിയ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടു. അതിൻ്റെ മുറിവുണക്കാൻ കാലത്തിന് കഴിഞ്ഞില്ലേ? അതുപോലെ ഇതും തരണം ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുക. എല്ലാം ഓരോ വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒടുവിലെല്ലാം ശരിയായ മതിയായിരുന്നു. സൂരജിനെ പിടിച്ചു വെച്ചിരിക്കുന്നവരുടെ കാര്യത്തിൽ നമുക്കിതുവരെ ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല. പിന്നെ സൂരജിനെ കാണാതായ കാര്യം നാട്ടിൽ ഒരുപാട് പേർക്ക് അറിയാവുന്നതുമാണ്. അവനോട് ദേഷ്യമുള്ള ആരെങ്കിലും ഈ സിറ്റുവേഷൻ മുതലെടുത്ത് നമ്മുടെ കയ്യിൽ നിന്നും കാശ് അപഹരിക്കാൻ ശ്രമിക്കുകയാണോ എന്നും അറിയില്ല. അങ്ങനൊന്നും ആവാൻ വഴിയില്ല. ഇത് വേറെന്തോ കുരുക്ക. എന്തു കുരുക്ക്? അങ്ങനെ എന്തെങ്കിലും സൂചന ഹരിക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഇത്രയും വലിയൊരു തുക അവർ ചോദിച്ചുകൊണ്ട് പറഞ്ഞതാ. ഓ, അതുകൊണ്ട് പണം കൊടുക്കുന്നതിന് മുമ്പ് സൂരജ് അവരുടെ കയ്യിലുണ്ടെന്നും പണം കിട്ടിയാൽ സൂരജിനെ വിടുമെന്നും ഉറപ്പ് കിട്ടണം. അതെന്തായാലും അറിയാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഇതിൻ്റെയൊക്കെ തടസ്സം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവരെ ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ്. അവരായിട്ട് സൂരജിന്റെ മുത്തച്ഛനെ വന്ന് നേരിട്ട് കണ്ടാണ് ഒരു ചെറിയ കാര്യം പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ അവരുടെ തന്ത്രമാണ്. ഒരു ഫോൺ നമ്പർ പോലും തരാതിരുന്നാൽ അവരെ ട്രേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അവിടെയാണ് എനിക്ക് സംശയം തോന്നിയത്. അവരെന്തിനു നേരിട്ട് വരുന്നു? മുത്തശ്ശനോട് മാത്രം കാര്യങ്ങൾ പറയുന്നു. അതിലാണ് എനിക്ക് പന്തികേട് മണക്കുന്നത്. പക്ഷേ അവര് പറയുന്ന കേൾക്കാനേ ഇപ്പം നമ്മുടെ മുന്നിൽ വഴിയുള്ളൂ. ഇപ്പം മനോജ് പറഞ്ഞ ടെൻഷൻ ബീനയ്ക്കും ആദർശനും എല്ലാവർക്കും ഉണ്ട്. എങ്ങനെയെങ്കിലും സൂരജിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണം. ഇനി വിദ്യയോടൊന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കഴിഞ്ഞ തവണ സൂരജിനെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നത് ആരോ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ വലിയ പ്രതീക്ഷയില്ല. ഇനി എങ്ങാനും അവനെ കിട്ടാതെ വന്നാൽ അതെൻ്റെ മോൾക്ക് താങ്ങാൻ പറ്റില്ല. ഒരു മെൻ്റൽ ഷോക്കിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് വന്നതല്ലേ ഹരി. അതാ എന്നെ വിഷമിപ്പിക്കുന്നത്. എല്ലാവരുടെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. ഓരോരോ സങ്കടങ്ങൾ വരുമ്പോഴും ഇത് കഴിയുന്നതോടെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്ന് കരുതും. പക്ഷേ ഒന്ന് കഴിയുമ്പോൾ അടുത്തതെന്ന രീതിയിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും.
ഒരു വെല്ലുവിളികളും ഇല്ലെങ്കിൽ ജീവിതം ബോറാകുമെന്ന് കരുതിയാവും ഭഗവാൻ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ തരുന്നത്. നമ്മളതൊക്കെ തരണം ചെയ്ത് മുന്നേറണമെന്നായിരിക്കും ഭഗവാൻ ആഗ്രഹിക്കുന്നത്. കഴിയുന്നത്രയും നമുക്കതിന് ശ്രമിക്കാം. അതിനുള്ള ശക്തിയും മനസ്സും ഭഗവാൻ തന്നെ തരട്ടെ. ആദർശേ, നീ കാണിക്കുന്നത് വലിയ മണ്ടത്തരവാ. അഭി എന്താ ഉദ്ദേശിച്ചത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ചു പറ. അല്ല, മീരയെ ഒഴിവാക്കാൻ 1 കോടി രൂപയോളം നൽകേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കണം. അതിന് എത്ര രൂപ കൊടുക്കേണ്ടി വന്നാലും എനിക്കതിൽ കുഴപ്പമില്ല. എന്നാലും 1 കോടി രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യയൊന്നും അല്ലല്ലോ. മീരയും വീട്ടുകാരും അവസരം മുതലാക്കി കാശുണ്ടാക്കാൻ ശ്രമിക്കുക. അതിന് നമ്മൾ വഴങ്ങിക്കൊടുത്ത അവർക്ക് മുന്നിൽ നമ്മൾ തോൽവി സമ്മതിച്ചു എന്നല്ലേ അർത്ഥം? ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം പണത്തേക്കാൾ വലുത് എൻ്റെ മനസ്സമാധാനമാണ്. മീരയുമായിട്ടുള്ള ബന്ധം ഇനി തുടർന്നുകൊണ്ട് പോയാൽ എനിക്കിനി ജീവിതത്തിൽ മനസ്സമാധാനം സ്വസ്ഥത ഉണ്ടാവില്ല. ഇപ്പൊ വന്ന ഈ അവസരം മുതലാക്കി ആ പണം നൽകിയാൽ എല്ലാം ഇതോടെ അവസാനിക്കും. മീര എന്ന ബാധ്യത എൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കായിട്ട് പോവുകയും ചെയ്യും. സത്യം പറയാലോ ആദർശേ, നീ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോഴെങ്കിലും നീ സത്യം മനസ്സിലാക്കിയല്ലോ. അതെ, അത് ശരിയാണ്. ചില സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ഇതുപോലെ ഓരോ കാരണങ്ങൾ വരണം. നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മളതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി സഹിക്കും. അതെ, അങ്ങനെ നമ്മൾ കണ്ണടയ്ക്കുന്നതാവും ലൈഫിലെ തന്നെ ഏറ്റവും വലിയ നഷ്ടത്തിന് കാരണവും. ആ സത്യം മനസ്സിലാക്കുന്നത് ഞാനിപ്പോഴാണ്. മീരയുമായുള്ള വിവാഹം ആലോചിച്ച സമയം മുതൽ ഈ ബന്ധം ശരിയല്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാ. അപ്പോ ഒന്നും നിനക്കത് മനസ്സിലായില്ല. പക്ഷേ അതിന് ഞാൻ നിന്നെ കുറ്റം പറയുന്നില്ല. എല്ലാം മീരയുടെ ബുദ്ധിയായിരുന്നു. കൂടെ നിന്ന് ഓരോ തലയണ മന്ത്രം ഓതി തന്ന് നമ്മളെ തമ്മിൽ മീര അകറ്റുമായിരുന്നു. അന്നും ഇന്നും മീരയ്ക്ക് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, അത് പണമാ. പണത്തിന് വേണ്ടി മാത്രമാണ് മീര നീയായിട്ടുള്ള വിവാഹ ബന്ധത്തിന് പോലും തയ്യാറായത്. പക്ഷേ പാവ അമ്മയ്ക്കും നിനക്കും അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതെ, ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരുന്നില്ല പലരും എന്നോട് പെരുമാറിയത്. മീര എനിക്ക് വേണ്ടി ചെയ്ത ഓരോ കാര്യവും എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഞാൻ കരുതി. പക്ഷേ അതൊന്നും സ്നേഹമായിരുന്നില്ല എന്ന് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ ദൈവമേ, ഇപ്പോഴെങ്കിലും എന്റെ അനുജന്റെ കണ്ണ് നീ തുറപ്പിച്ചല്ലോ. എനിക്ക് സമാധാനമായി. നീ അന്ന് ജയിലിൽ പോയപ്പോ സ്വത്തെല്ലാം അവളുടെ പേരിലാക്കാൻ അവള് കുറെ ശ്രമിച്ചു. അതിന് അവളുടെ ആലമ്പൻ സഹോദരനെയും കൂടെ കൂട്ടി. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് നീ രക്ഷപ്പെട്ടു. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പല തെറ്റുകളും ചെയ്തു, പലരെയും കണ്ണടച്ച് വിശ്വസിച്ചു. പക്ഷേ ഇനി അങ്ങനെ ഒരു മണ്ടത്തിൽ എൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. അത് മതി. പക്ഷേ നീ അവരെ ആവശ്യപ്പെടുന്ന പണം കൊടുക്കുന്നത് അടുത്ത മണ്ടത്തരമാണെന്നാ എനിക്ക് തോന്നുന്നത്. പണം കൊണ്ടുണ്ടാകാൻ പോകുന്ന നഷ്ടം കാര്യമാക്കണ്ട. ഇനി അഥവാ അവർ കേസിന് പോയാൽ ഒരുപക്ഷെ അതിൽ കൂടുതൽ പണം കൊടുക്കേണ്ടി വരും. പണം പോകുന്നു മാത്രമല്ല, അതൊരു വലിയ നാണക്കേടുമാവും. കാശ് കൊടുത്താൽ മറ്റ് പ്രശ്നങ്ങളില്ലാതെ എല്ലാം അവസാനിപ്പിക്കാമെങ്കിൽ അതാ നല്ലത്. അല്ലെങ്കിൽ അതെന്നേക്കാൾ വിഷമം ഉണ്ടാക്കാൻ പോകുന്നത് അമ്മയും ആൻറ്റിയൊക്കെ ആയിരിക്കും. ഒരു കണക്കിന് നോക്കിയാ നീ പറയുന്നതിലും കാര്യമുണ്ട്. ഈ 1 കോടി രൂപ കൊണ്ട് എല്ലാം അവസാനിക്കുമെങ്കിൽ അതങ്ങ് തീരട്ടെ. അതോടെ മീര എന്ന വലിയ ശല്യം എന്നേക്കുമായിട്ട് പോവുമല്ലോ. അതെ, എൻ്റെ മനസ്സിൽ അത് തന്നെയാ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. എന്താ ബി? നിങ്ങൾ തമ്മിൽ പിരിയുകയാണെങ്കിൽ പിന്നെ മീര ബിൽഡേഴ്സ് എന്ന കമ്പനിയുടെ ആവശ്യമില്ല. പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നത്? മീരയുടെ പേരിലുള്ള ആ കമ്പനി ഡിസോൾവ് ചെയ്യണം. എന്നിട്ട് നീ പഴയതുപോലെ ദേവ ബിൽഡേഴ്സ് എന്ന നമ്മുടെ കമ്പനിയെ ഏറ്റെടുക്കണം. അപ്പോ ആ കമ്പനി നിനക്ക് വേണ്ടേ? അത് സ്വന്തമായിട്ട് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നീ നേടിയെടുത്തല്ലേ? എനിക്ക് കമ്പനിയോടോ ബിസിനസിനോടോ ഒരു താല്പര്യമില്ല. മീരയോടുള്ള ദേഷ്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്.
അവള് നമുക്കിടയിൽ നിന്ന് പോയാ പിന്നെ നമുക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ. പഴയ സ്നേഹത്തിലും സന്തോഷത്തിലും നമുക്കങ്ങ് ജീവിക്കാം. അപ്പോ അതിന്റെ പേരിൽ ഈ വീട്ടിലുണ്ടായ പ്രശ്നങ്ങളോ? അതൊക്കെ കഴിഞ്ഞില്ലേ? എല്ലാത്തിനും കാരണം അവളായിരുന്നില്ലേ? ദേവ ബിൽഡേഴ്സ് നിന്റെ സ്ഥാപനമാ. അതിന്റെ ചുമതലയും നിനക്ക് തന്നെയാ. സത്യം പറഞ്ഞ കമ്പനി കാര്യങ്ങൾ ഞാൻ നോക്കുന്നത് വേറെ വഴിയില്ലാത്തതുകൊണ്ടാ. എനിക്കിനി അതൊന്നും വേണ്ട. എല്ലാം നീ തന്നെ നോക്കിയാൽ മതി. അങ്ങനെ മതി.